നമസ്കാരം. മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. പശ്ചിമേഷ്യൻ സംഘർഷം അതിനൊരു പരിഹാരമില്ലാതെ തുടരുകയാണ്. സംഘർഷം നടക്കുന്നില്ല, ആക്രമണം നടക്കുന്നില്ല എങ്കിലും പശ്ചിമേഷ്യയിൽ വലിയ പ്രതിസന്ധിയാണ്. അമേരിക്ക ഉപരോധം തുടരുന്നു ഇറാന്റെ തുറമുഖങ്ങൾക്ക് നേരെ. ഇതിനു പകരമായി ഇറാൻ ഹോർമൂസ് കടലിടുക്ക് അടച്ചിടുകയും ചെയ്തിരിക്കുന്നു. ഇന്ത്യ അടക്കമുള്ള രാജ്യങ്ങളുടെ കപ്പലുകൾ അതുവഴി കടന്നു പോകാൻ കഴിയാത്ത ഒരു സാഹചര്യമുണ്ട്. അങ്ങനെ ഇറാനിലും വലിയ പ്രതിസന്ധിയാണ്. ഈ പ്രതിസന്ധി ലോകമെമ്പാടുമുള്ള രാജ്യങ്ങളിലേക്ക് പടരുകയും ചെയ്യുന്നു. ഈ സാഹചര്യത്തിൽ അമേരിക്ക ആഗ്രഹിച്ചതുപോലെ തന്നെ ഇറാനിൽ ചില പ്രശ്നങ്ങൾ നടക്കുന്നുവെന്ന സൂചനയാണ് ഇപ്പോൾ പുറത്തു വരുന്നത്. അതായത് ഇറാന്റെ ഭരണ നേതൃത്വവും ഇറാന്റെ സൈന്യവും തമ്മിലുള്ള അഭിപ്രായ വ്യത്യാസം അതിരൂക്ഷമായി മാറുന്നുവെന്നും ഇറാൻ വിദേശകാര്യമന്ത്രി അബ്ബാസ് അരഗാച്ചിയെ പുറത്താക്കാനുള്ള നിർണായകമായ നീക്കം നടക്കുന്നുവെന്നും ഇതിന് നേതൃത്വം നൽകുന്നത് ഇറാന്റെ പ്രസിഡന്റ് മസൂദ് പെസഷ്കിയാൻ തന്നെയെന്നുമാണ് ഇപ്പോൾ ലഭിക്കുന്ന സൂചന. അമേരിക്കയുമായുള്ള പ്രശ്നങ്ങൾ പറഞ്ഞു തീർത്ത് ആണവ വിഷയത്തിൽ അടക്കം ചില വിട്ടുവീഴ്ചകൾ ചെയ്ത് ഇപ്പോഴത്തെ പ്രതിസന്ധി പരിഹരിക്കണമെന്നാണ് ഭരണകൂടത്തിന്റെ ആഗ്രഹം. അതായത് ഇറാനിയൻ പ്രസിഡന്റ് മസൂദ് പെസഷ്കിയാന്റെ നേതൃത്വത്തിലുള്ള മിതവാദികളുടെ ആഗ്രഹം. എന്നാൽ IRGCയും സംഘവും തീവ്രവാദികളായി മാറുകയാണ്. ഒരു കാരണവശാലും ഇക്കാര്യങ്ങളിൽ അമേരിക്കയ്ക്ക് മുന്നിൽ മുട്ടുമടക്കാൻ കഴിയില്ല എന്നാണ് IRGC പറയുന്നത്. IRGC എന്താണോ പറയുന്നത് അതാണ് വിദേശകാര്യമന്ത്രി എന്ന നിലയിൽ അബ്ബാസ് അരാഗ്ചി ചെയ്തുകൊണ്ടിരിക്കുന്നത്. പാകിസ്ഥാനിൽ പോയി പറഞ്ഞ കാര്യങ്ങൾ അമേരിക്ക ഇപ്പോൾ തള്ളിക്കളഞ്ഞിരിക്കുകയാണ്. നേരിട്ടുള്ള ചർച്ചയ്ക്ക് പോലും ഞങ്ങളില്ല എന്ന് അബ്ബാസ് അരാഗ്ചി പ്രഖ്യാപിച്ചിരിക്കുന്നു. ഇത് ഇറാനെ കൂടുതൽ പ്രതിസന്ധിയിലേക്ക് കൊണ്ടുചെന്ന് എത്തിക്കുകയാണ്. അതിന്റെ കാരണം ഹോർമൂസ് കടലിടുക്കിലെ ഉപരോധമാണ്. ഇറാന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വരുമാന മാർഗം എന്ന് പറയുന്നത് എണ്ണ വിൽപ്പനയാണ്. ഇറാന്റെ 90% എണ്ണയും വാങ്ങുന്നത് ചൈനയാണ്. ചൈന ഈ എണ്ണ വാങ്ങുകയും മറ്റു രാജ്യങ്ങൾക്ക് റിഫൈൻ ചെയ്ത് വിൽക്കുകയും ചെയ്യുന്നു. ഇതാണ് ഇറാന്റെ ഏറ്റവും പ്രധാനപ്പെട്ട വരുമാന മാർഗം. അമേരിക്ക ഇപ്പോൾ ഇറാനിൽ നിന്ന് ഒരു കപ്പലുകളും പുറത്തേക്ക് പോകാനോ മറ്റ് കപ്പലുകൾക്ക് ഇറാൻ തുറമുഖത്തിലേക്ക് അടുപ്പിക്കാനോ അനുവദിക്കാതെ ഹോർമൂസിൽ വലിയ സേനാ വിന്യാസം നടത്തിയിരിക്കുന്നു. ഇതിനെതിരെ ഒന്നും ചെയ്യാൻ കഴിയാതെ പകച്ചു നിൽക്കുകയാണ് ഇറാന്റെ വരുമാന മാർഗം ഒന്നാകെ നഷ്ടപ്പെട്ടിരിക്കുന്നു. രാജ്യം പട്ടിണിയിലേക്ക് പോകാൻ പോകുന്നു. രാജ്യത്തിന് പിടിച്ചു നിൽക്കാൻ പോലും കഴിയാത്ത ഒരു സാമ്പത്തിക പ്രതിസന്ധിയിലേക്ക് പോകും. അമേരിക്ക മുഴുവൻ അടിസ്ഥാന സൗകര്യങ്ങളെയും അടിച്ചു തകർത്തിരിക്കുന്നു. ഇറാനിലെ ജനങ്ങൾ പട്ടിണിയിലാണ്. അവരെ നോക്കണമെങ്കിൽ അല്ലെങ്കിൽ അവർക്കാവശ്യമായ ആഹാരം പുറത്തുനിന്ന് വാങ്ങണമെങ്കിൽ അതിന് കൃത്യമായ പണം വേണം. ആ പണം നൽകേണ്ടത് എണ്ണ വാങ്ങിയതിന് ശേഷം ചൈനയാണ്. എന്നാൽ കപ്പലുകൾ അടുക്കാത്തത് കാരണം ചൈനയിൽ നിന്നുള്ള ഫണ്ട് വരവ് നിലയ്ക്കുന്നു. അമേരിക്കയുമായി ഏറ്റുമുട്ടണമെങ്കിൽ പോലും മിസൈലുകളുടെ ആവശ്യമുണ്ട്. ആ മിസൈലുകൾ നൽകണമെങ്കിൽ അതും ചൈന നൽകണം. അതിനും കപ്പലുകൾ യാത്ര ചെയ്യേണ്ടതുണ്ട്. അതുകൊണ്ട് തന്നെ ആണവ സമ്പുഷ്ടീകരണം അത് നടത്തരുത് എന്നാണ് അമേരിക്ക പറയുന്നത്. ഒരു കാരണവശാലും ആണവായുധം വികസിപ്പിക്കരുത്. അത് നിങ്ങളുടെ ഒരു അവകാശമല്ല. അങ്ങനെ വികസിപ്പിച്ചിട്ടുള്ള അല്ലെങ്കിൽ ഇതുവരെ സമ്പുഷ്ടീകരിച്ചിട്ടുള്ള യുറേനിയം ഉണ്ട് എങ്കിൽ അത് അമേരിക്കയ്ക്ക് കൈമാറണം. ഇതാണ് അമേരിക്ക ആവശ്യപ്പെടുന്നത്. അത് മാത്രമല്ല ഹോർമൂസ് കടലിടുക്കിനെ പൂർണ്ണമായും സ്വതന്ത്രമാക്കണം എന്നും ആവശ്യപ്പെടുന്നുണ്ട്. ഈ ആണവ വിഷയത്തിൽ ഒരു ചെറിയ ഉറപ്പ് നൽകാനെങ്കിലും ഇറാന് സാധിച്ചാൽ തീർച്ചയായും തൽക്കാലത്തേക്കെങ്കിലും ഈ ഒരു യുദ്ധം അവസാനിക്കും. യുദ്ധം അവസാനിച്ചാൽ മാത്രം പോരാ, ഹോർമൂസ് കടലിടുക്കിലെ പ്രതിസന്ധി അവസാനിക്കണം. അതുകൊണ്ട് തന്നെ അമേരിക്കയുമായി വിട്ടുവീഴ്ചയ്ക്ക് തൽക്കാലത്തേക്കെങ്കിലും തയ്യാറാകണമെന്ന് ഭരണകൂടം പറയുകയാണ്. പക്ഷേ അതിന് ഒരു കാരണവശാലും തയ്യാറല്ല. അമേരിക്കയുമായി വിട്ടുവീഴ്ചയ്ക്ക് തയ്യാറല്ല എന്നാണ് IRGC പറയുന്നത്. ഇത് ഇറാനെ രണ്ട് തട്ടിലാക്കുന്നു. ഇറാനിൽ മിതവാദികളും അതുപോലെ തന്നെ ഭീകരവാദികളും രൂപപ്പെട്ടിരിക്കുന്നു. ഈ രാഷ്ട്രം ഒന്നാകെ ഇല്ലാതാകുന്നതിന് പകരം ഒരു ചെറിയ വിട്ടുവീഴ്ച ചെയ്ത് എന്തെങ്കിലും തരത്തിലുള്ള എണ്ണ വിൽപ്പന അത് സാധ്യമാക്കാൻ അതിന് കഴിയണം. ഇല്ല എങ്കിൽ രാജ്യം തന്നെ നശിച്ചു പോകും എന്നാണ് ഇറാനിയൻ പ്രസിഡന്റ് അടക്കം പറയുന്നത്. അതുകൊണ്ട് തന്നെ ഇങ്ങനെ ഇറാന്റെ സൈന്യം പറയുന്നത് കേട്ട് അമേരിക്കയുമായിട്ടുള്ള ചർച്ചകൾ മുഴുവൻ കൊളമാക്കിയ ഈ വിദേശകാര്യമന്ത്രി അബ്ബാസ് അരാഗ്ചിയെ പുറത്താക്കണം എന്നാണ് പ്രസിഡന്റ് പറയുന്നത്. ഇറാന്റെ പാർലമെന്റ് സ്പീക്കറും ഈ ഒരു ആവശ്യം ഉന്നയിച്ചു കഴിഞ്ഞിരിക്കുന്നു. ഭരണകൂടത്തിലെ ഉന്നതന്മാർ ഈ അരാഗ്ചിയെ പുറത്താക്കണമെന്ന ആവശ്യവുമായി രംഗത്തുണ്ട്. അതുകൊണ്ട് തന്നെ ഈ IRGC അതിനെ പ്രതിരോധിക്കും. അതിനെ എത്ര ദിവസം പ്രതിരോധിക്കുമെന്നുള്ളത് സംബന്ധിച്ച് ഇപ്പോഴും IRGCക്ക് പിടിയില്ല. പക്ഷേ ഇറാൻ വിദേശകാര്യമന്ത്രിയുടെ സ്ഥാനം തെറിക്കാനുള്ള എല്ലാ സാധ്യതയുമുണ്ട്. IRGC കൂടെ വഴങ്ങിയാൽ, കാരണം ഇറാൻ ഭരണകൂടം അമേരിക്കയോട് അഭ്യർത്ഥിക്കുകയാണ്. ട്രംപ് തന്നെ അത് പറയുന്നുണ്ട്. എങ്ങനെയെങ്കിലും ഈ ഒരു യുദ്ധം അവസാനിപ്പിക്കണമെന്ന് ഇറാൻ പറയുകയാണ്.
പക്ഷേ സൈന്യം അത് കേൾക്കുന്നില്ല എന്നാണ് ഇറാൻ ഭരണകൂടവും പറയുന്നത്. ഇറാൻ ഭരണകൂടം പറയുന്നത് സൈന്യം അതിന് വഴങ്ങിയാൽ, സൈന്യം ഈ പറയുന്ന വിട്ടുവീഴ്ചയ്ക്ക് അമേരിക്കയുമായി തയ്യാറായാൽ തീർച്ചയായും യുദ്ധം അവസാനിക്കാനാണ് സാധ്യത. ഇറാൻ ഭരണകൂടം വരും ദിവസങ്ങളിൽ സൈന്യത്തിനു മേൽ ഈ സാമ്പത്തിക അരാജകത്വം ചൂണ്ടിക്കാണിച്ചുകൊണ്ട് വലിയ സമ്മർദ്ദം ചെലുത്തും എന്നാണ് സൂചന. അതിൻ്റെ ഭാഗമായിട്ടാണ് വിദേശകാര്യമന്ത്രിയെ പുറത്താക്കുക. വിദേശകാര്യമന്ത്രിയെ പുറത്താക്കി മറ്റൊരു വ്യക്തി ആ സ്ഥാനത്തേക്ക് വന്നു കഴിഞ്ഞാൽ സൈന്യം പറയുന്നത് പോലെ ആയിരിക്കില്ല അമേരിക്കയുമായിട്ടുള്ള ചർച്ചകൾ നടക്കുക. അമേരിക്ക ഇപ്പോൾ പുതിയ യുദ്ധം ചെയ്യുന്നതിന് 60 ദിവസത്തിന് ശേഷം യുദ്ധം നടത്താനായി പ്രസിഡന്റിന്റെ പാർലമെന്റിന്റെ അംഗീകാരം വേണം. ആ അംഗീകാരം നേടി വീണ്ടും യുദ്ധം ആരംഭിക്കാനുള്ള പ്രവർത്തനങ്ങളും ഒരുക്കങ്ങളും അമേരിക്ക നടത്തുകയാണ്. അതുകൊണ്ട് തന്നെ എത്രയും വേഗം പ്രശ്നത്തിന് പരിഹാരമാകണം എന്ന ലക്ഷ്യം ഇറാന്റെ ഭരണകൂടത്തിന് ഇപ്പോൾ വന്നിരിക്കുന്നു. അതിന്റെ ഭാഗമായി പുതിയ വിദേശകാര്യമന്ത്രി വരും ദിവസങ്ങളിൽ ചുമതല ഏറ്റെടുത്തേക്കാം.